എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ ദുർഗയും കിരണും കൂടെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യും. അപ്പൊ ഈ പൃഥ്വി സംസാരിക്കുന്ന ഇവർക്ക് കേൾക്കാൻ പറ്റിയില്ലേ. അപ്പൊ ഇവർ റൂമിൽ വന്നിട്ട് ആലോചിക്കുക എന്തായിരിക്കും സംസാരിച്ചിട്ട് ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും, ഇവിടെയൊക്കെ എന്തെങ്കിലും മൈക്രോഫോൺ വെക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയേ. അപ്പം ദുർഗ പറയാം അതൊന്നും ശരിയാകത്തില്ല, ഇവിടെയുള്ളവർക്ക് നല്ല അറിവാണ്, അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ചെയ്യണ്ട. അപ്പം പൃഥ്വി പറയും എന്നാ പിന്നെ അപ്പൊ കിരൺ പറയും എന്നാ പിന്നെ പൃഥ്വിയുടെ ഫോൺ എടുത്താലോ, അതൊക്കെ റിസ്ക് അല്ലേന്ന് ചോദിക്കും. ഞാൻ എന്തായാലും പോയി എടുക്കാം, ഞാൻ സൂക്ഷിക്കാന്ന് പറയാം. അപ്പം ദുർഗ പറയും സൂക്ഷിക്കണേന്ന് പറയും. ഈ സമയത്ത് പൃഥ്വിയാണെങ്കിൽ ഫോണിൽ എന്തോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുത്തിയിട്ടിട്ട് അങ്ങോട്ട് നീങ്ങുക. ആ സമയത്ത് കിരൺ അകത്ത് കയറും. കിരൺ അകത്ത് കയറിയിട്ട് ഈ ഫോൺ ഇങ്ങനെ തൊടാൻ പോകുമ്പോഴത്തേനും കിരണേന്ന് പറഞ്ഞിട്ട് പൃഥ്വി ഉറക്കെ കടന്ന് വിളിക്കുവേ. അപ്പൊ കിരൺ ഒന്ന് പതറുവേ. നീ എന്താടാ എന്റെ റൂമിൽ നിന്ന് ചോദിക്കും പെട്ടെന്ന്. അത് ഞാന് ഇതിലെ പോയപ്പോ ഒരു ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയും. നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് പറഞ്ഞ് കിരൺ ഇങ്ങനെ പോകാൻ നേരത്ത് വീണ്ടും വൃത്തി അകത്തേക്ക് പിടിച്ചു നീ പറഞ്ഞിട്ട് പോടാന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ ദുർഗ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ദുർഗ ചോദിക്കും ബോള് കിട്ടിയോ എന്ന് ചോദിക്കും. അപ്പൊ കിരണിന് ആദ്യം ഒന്നും കത്തത്തില്ലേ, കണ്ണടച്ച് കാണിക്കും. അപ്പൊ കിരണിന് മനസ്സിലാവും ഇല്ല കിട്ടിയില്ല ദുർഗ, ഇവിടെ ദുർഗ ധോനിമോൾ അവിടെ കാത്തിരിക്കുന്നു, ബോൾ എടുത്തോണ്ട് പെട്ടെന്ന് വരാൻ പറയേ. അപ്പൊ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ പറഞ്ഞ് നോക്കുമ്പോഴത്തേനും ഈ റൂമിന്റെ സൈഡില് അവിടെ ഒരു ബോൾ കാണുവേ. അപ്പൊ ദുർഗ പറയും ഇതല്ല ഇവിടെ കിടക്കുന്ന കിരൺ, ബാ അത് എടുത്തോണ്ട് പെട്ടെന്ന് വരാൻ പറയാം. അങ്ങനെ അപ്പൊ കിരൺ ചോദിക്കും പൃഥ്വി ഞാനിത് എടുത്തോട്ടെ നിൽക്കുന്ന എടുത്തിട്ട് പോടാന്ന് പറയേ. അങ്ങനെ കിരണും ദുർഗയും കൂടെ ഒരു വിധത്തിൽ അവിടുന്ന് കഷ്ടി രക്ഷപ്പെട്ട് ഓടി പോവുകയെ. പിന്നീട് ചന്ദ്രസേനൻ നമ്മുടെ ചന്ദ്രമതിയുടെ ആങ്ങള വരികയാണ്, ചന്ദ്രസേനൻ വരികയാണ്. വന്നു കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. സംസാരിച്ച് ആശ്വതിയോടും എല്ലാവരോടും സ്നേഹത്തിൽ പങ്കിടുന്നു. ആ സമയത്ത് ചന്ദ്രസേന ചോദിക്കുന്നു ഇവിടെ പുതിയ രണ്ടുപേരുണ്ടെന്ന് നീ ഇല്ലായിരുന്നു, അവരെവിടെയെന്ന് ചോദിക്കും. അപ്പം പെട്ടെന്ന് നമ്മുടെ പൃഥ്വിയുടെ അച്ഛനും പൂർണ്ണിമ ആകെ ഒന്ന് ഞെട്ടുവേ. അപ്പൊ പറയും നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, എന്നോടെല്ലാം ചന്ദ്ര വിളിച്ച എല്ലാ കാര്യങ്ങളും പറയാറുണ്ടെന്ന് പറയും. അവരെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത്. ആ സമയത്താണ് ദുർഗയും കിരണും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ പെട്ടെന്ന് ദുർഗയും കിരണയും കാണുമ്പോഴത്തേനും ചന്ദ്രസേനൻ ചോദിക്കും പെട്ടെന്ന് വന്നിട്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ കിരൺ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. ഓർമ്മയില്ലല്ലോ, അല്ല അന്ന് കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ കിരൺ ചെറിയ പഴയ മെമ്മറി ഇങ്ങനെ ഓർത്തെടുക്കുകയെ. അങ്ങനെ രണ്ടുപേരോടൊക്കെ സംസാരിക്കും നല്ല രീതിയിൽ. അപ്പൊ ദുർഗ പറയും അങ്കിൾ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ, ആ നല്ല രീതിയിൽ ഒരു തണുത്ത എന്തെങ്കിലും എടുത്തോളാൻ പറയാം. അങ്ങനെ ദുർഗ ജ്യൂസ് എടുക്കാൻ അങ്ങ് പോവുകയെ. ഇതേ സമയത്ത് ഇവരുടെ സ്നേഹപ്രകടനം കണ്ട് പൃഥ്വിക്ക് ചന്ദ്രമതിക്കും ആകെ ഇതാവും. ഇവനെന്താ ഇങ്ങനെ ഇവരെ ഇവിടുന്ന് പുറത്താക്കാൻ വന്നിട്ട് ഇവരോട് ഇങ്ങനെ സ്നേഹത്തിൽ പങ്കിടുന്നതൊക്കെ ചോദിക്കും. എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പറയും ഏട്ടാ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനനെ വിളിച്ചിട്ട് ചോദിക്കുക ഏട്ടൻ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പൊ പറയാം അതെ നമ്മൾ ഒരാളോട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരോട് അടുത്ത് ചേർന്ന് നിന്ന് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ചന്ദ്രസേനൻ ഒരാളോട് അടുക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാലോ, അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. അത് ആ തന്ത്രം തന്നെയാണ് ഞാൻ ഇവിടെയും പ്രയോഗിക്കുന്നതെന്ന് പറയേ. എന്തായാലും എന്റെ ഏട്ടൻ വന്നതാണ് എനിക്ക് ആശ്വാസമായെന്ന് പറയും. എന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏട്ടൻ എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് പറയുകയാണ്. പിന്നീട് ദുർഗ ജ്യൂസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് പിന്നെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് കിരണോടും ദുർഗയോടും ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ കിരൺ ആണെങ്കിൽ ദുർഗ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, ഓവർ ഇത് കാണിക്കുകയാണ്. അപ്പൊ ദുർഗയ്ക്ക് ആകെ ഒരു അസ്വസ്ഥയാകുന്നു. അപ്പൊ ദുർഗ പതുക്കെ പറയും കൈ എടുക്കുന്നൊക്കെ പറയും. അപ്പൊ ചന്ദ്രസേനൻ പറയും നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലി വന്നോളാനൊക്കെ പറയുക ചെയ്യണേ. അപ്പൊ അത് കേട്ടോണ്ടാണ് പൃഥ്വി വരുന്നത്. പൃഥ്വി ആകെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പൃഥ്വിക്കും ദേഷ്യം വരുവേ. അങ്ങനെ പൃഥ്വി പുറത്തു പോയി നിൽക്കുമ്പോഴത്തേനും ചന്ദ്രമതി വരും. എന്താ മോനെ ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ല ഈ പിന്നെ അങ്കിൾ എന്തിനാണ് വന്നത് അമ്മ ഇവിടെ, നമ്മളോട് ഇനിയിപ്പോ നമ്മൾ അവർക്ക് എതിരാകാനോ എന്നുള്ള രീതിയിൽ പറയാം. അപ്പത്തേനും ചന്ദ്രസേന പറയും നിങ്ങൾ എന്താ എന്നെ പറ്റിയാണോ ഇവിടെ പറയുന്നത്, അതെ എന്ന് പറയും. എടാ അതൊന്നും അല്ല, അവരെ പറ്റി കുറെ കാര്യങ്ങളും കൂടെ ചേർന്ന് നിന്ന് അറിയാനുണ്ടെന്ന് പറയാം. അപ്പൊ പറയും ഇനി എന്തറിയാനാ, അതൊക്കെ ഉണ്ട്, അവര് ചുമ്മാതായിരിക്കില്ല ഇവിടെ വന്ന് നിൽക്കുന്നത്, അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണും, അത് നമ്മൾ ആദ്യം കണ്ടെത്തണം എന്ന് പറയുകയാണ്. നീ ഒന്ന് എന്റെ കൂടെ വന്ന് നമുക്കൊന്ന് കൂടാന്ന് പറയാം. അങ്ങനെ ഇവര് രണ്ടുപേരും മദ്യപിക്കുന്ന സമയത്ത് പൃഥ്വി പറയും അങ്കിളിനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നും, ഞാൻ കുറെ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. എന്നാ പിന്നെ നീ ചെയ്തോളാൻ പറയും. അങ്ങനെ ഇവര് പിന്നീട് ചന്ദ്രസേനൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം വേറെ അവിടെ ചെയ്യാനൊന്നുമില്ല. അപ്പൊ പറയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അങ്ങനെ അക്ഷിതയും പൃഥ്വിനെ ഗസ്റ്റ് ഫാം ഹൗസിലേക്ക് വിളിക്കുകയാണ്. നല്ലൊരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പൊ ആഷിത പറയും ശരി ഞങ്ങൾ വരാന്ന് പറയും. പിന്നീട് ദുർഗയും കിരണും അവരുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഈ മേനോന്റെ ഡ്രൈവറുടെ നമ്പർ ട്രേസ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അഖിൽ ആ നമ്പർ ട്രേസ് ചെയ്യുന്നതിനെ അഞ്ജുവിന്റെ കോൾ ഒരു പ്രാവശ്യം വരുവേ, അപ്പൊ എടുക്കത്തില്ല. അപ്പൊ ദുർഗ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, വീണ്ടും കോൾ വരുന്നുണ്ട്, അപ്പോഴും ദുർഗ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു, വീണ്ടും ട്രൈ ചെയ്യാൻ പറയുന്നു.
അങ്ങനെ വീണ്ടും ട്രൈ ചെയ്യുമ്പോഴത്തേനും ഈ ഡ്രൈവറുടെ ലൊക്കേഷൻ കിട്ടുകയാണ്. അങ്ങനെ ഇവര് പോവുകയാണ്. അങ്ങനെ ഇവര് ആ ഡ്രൈവറെ പൊക്കുകയാണ്. പൊക്കുന്ന സമയത്ത് നമ്മുടെ പൃഥ്വി കറക്റ്റ് അത് കാണും. പക്ഷെ ഇവരാണെന്ന് പൃഥ്വിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡ് ആയിരിക്കുവേ. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.